ഹലോ ഗായ്സ്, അപ്പം നമുക്കൊരു പാല് കാച്ചുണ്ട്. അപ്പോൾ എന്തായാലും ഓഫീസിൽ കണ്ടത് നേരത്തെ വന്നാൽ ഞാൻ ബാഗ് എടുത്തിട്ടുണ്ട്. അഥവാ കറക്റ്റ് വരികയാണെങ്കിൽ വിളിക്കാൻ പറഞ്ഞിട്ടൊന്ന് 1-ാം തീയതി ആയതുകൊണ്ട് ഭയങ്കര ടൈറ്റാണ്. ഞാൻ അതുകൊണ്ടൊന്ന് പോയതാണ്. അപ്പോൾ നമ്മൾ പാല് കാച്ചിൽ പോവുകയാണ് ഗൈസ്. പാല് കാച്ചി പോയിട്ട് വരും വഴി ഞാൻ ചിലപ്പം എസ്കേപ്പ് ആവും. കറണ്ട് ഇതുവരെ വന്നില്ല. അപ്പോൾ ഞാൻ ഫോൺ ധ്യാനൂസിന് കൊടുത്ത് വെച്ചോ എന്ന് പറഞ്ഞപ്പോൾ അവൻ അതിൽ വീഡിയോ എടുത്തിട്ട് അപ്പോൾ കൊള്ളായിരുന്നു. ഞാൻ ഡാൻസും കളിച്ചൊക്കെ ഇറങ്ങി പോണ വീഡിയോ നോക്കിയപ്പോൾ കൊള്ളാം, അങ്ങനെ കിട്ടും. ഇതൊന്ന് ഇറങ്ങോ ഇങ്ങോട്ട് തന്നെ ഞാൻ ചോദിക്കുന്നുണ്ട്. കാരണം കുറേ നേരമായി വണ്ടി കയറി ഇരിക്കുന്നത്, ഇറങ്ങുന്നില്ല. ഞാൻ വെച്ചാൽ പെട്ടെന്ന് പോയിട്ട് പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് തിരിച്ച് ഓഫീസിൽ കയറാണെങ്കിൽ കറണ്ട് വരികയാണെങ്കിൽ കയറാലോ എന്നുള്ള പ്ലാനിങ്ങിലാണ് ഞാൻ പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ധ്യാനൂസാണ് വീഡിയോ ഒക്കെ എടുത്തുന്നത്. ഇടവയാണ് നമുക്ക് പാല് കാച്ച്. അപ്പം നമ്മൾ 2-3 കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 2-3 അല്ല 3 പേര്. ഹായ് ഗായ്സ്, ഈ വീട് സ്ലോ ചെയ്താലേ കാണിക്കാൻ പറ്റുള്ളൂ. ആണ്ട് ഈ പച്ച പെയിന്റ് അടിച്ച വീടാണ് ഇവിടെ. ഈ വീട്ടിലാണ് ഇവരെ പണ്ട് താമസിച്ചത്. ഇവരുടെ കുടുംബ വീട് എന്നല്ലേ പറയണം. ഇവിടുത്തെ വെള്ള ദൗർലഭ്യം കൊണ്ട് ഇവിടെ നിന്നൊക്കെ വിറ്റാണ് അങ്ങോട്ട് വന്നത്. നമ്മളെവിടെ പോകണം? പനേറ. യെസ്, പനേറാണ് ഈ കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നത് ഗായ്സ്. ഇതുവഴി നമുക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റും. ഇടവയാണ് നമ്മുടെ പാലുകാച്ച് സ്പോട്ട്. നല്ല ചൂടുണ്ട്, നല്ല മഴയ്ക്കുള്ള സാധ്യത. അഹങ്കാരം പിടിച്ച മനുഷ്യൻ കൊല്ലൂടെ കൊണ്ടിട്ട് മനുഷ്യനാ നല്ല വഴി കിടന്നിട്ട് ആ വഴി പോവാതെ ഏതാ കാമുകയൊക്കെ ഉള്ള വഴിയായിരിക്കും കഴിയുക. പണ്ടത്തെ നൊസ്റ്റാളിജിയ വഴി മുഴുവൻ അത് ഏതൊക്കെ ഇണി കൂടെ കയറി പോകണം. അതാക്കാ റോഡ് കിടക്കും ഇടവ പോവായി. അതിനകത്തൂടെ പോവാതെ ഇതിനകത്തൂടെ കുത്തി തിരുമ്പി ഇനി വേറെ എവിടെ ഇറങ്ങി അവിടെ നിന്ന് വേറെ കാട്ടാൻ പോകണം. ചക്ക ഈ വേസ്റ്റ് എല്ലാം കയറ്റി മനുഷ്യന്റെ പറയാം. ഇത് പൊട്ടനാണോ പൊട്ടനായിട്ട് അഭിനയിക്കാണോ? ഈ ഫാമിന്റെ ആളാണ് മരിച്ചുപോയെന്ന് പറഞ്ഞു. കാണാനാണെങ്കിലും ആ കൂട്ടിട്ട് ചോദിച്ചോ, നമ്പർ ഉണ്ട് അതിനകത്ത്. ഫാം നടത്താൻ പോകണം. നേരെ നടക്കാൻ വയ്യ. ഫാം നടത്താൻ ഇത് അഹങ്കാരം ഉണ്ടായിട്ടാണ് ഈ കൂറ വഴി ഈ കിടന്ന കട്ടത്തിലോട്ട് മനുഷ്യന്മാർ ഇങ്ങനെ ഉണ്ടാകും. ആഹാ, നമ്മുടെ വർക്കല എന്ന് പറയുമ്പോൾ ഇതുപോലത്തെ ഒരു ഹോണൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഒരു സുഖമുള്ളൂ അല്ലേ. അപ്പോൾ ഇത് ഏതാണ് റെയിൽവേ അടച്ചിട്ടതെന്ന് എനിക്കറിയത്തില്ല. നടയറ വഴി എവിടെയും കണ്ടെയാണ് കേട്ടോ. ഇത് നമ്മുടെ പാലുകാച്ച് വീട് എത്തിയിരിക്കുന്നത്. പാലുകാച്ച് വീടിൻ്റെ ഒരു പേരിനൊരു എന്താ വെറൈറ്റി അല്ലേ, ആദംസ്. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി. ഫുള്ള് വൈറ്റ് കളർ കേട്ടോ. വൈറ്റ് അല്ല, ചെറിയൊരു ലൈറ്റ് പിസ്ത ഗ്രീൻ കളറാണ്. പക്ഷേ നല്ല വെട്ടവും കാര്യമൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊന്നും എനിക്ക് പറയാതിരിക്കാൻ പറ്റും, നല്ല സൂപ്പർ ഐറ്റമാണ് കേട്ടോ. 3 കൊച്ചുങ്ങളുണ്ട് അവിടെ. അപ്പോൾ 2 പേർക്ക് സിംഗിൾ ബെഡ് മേളിലൊരു സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ, സ്റ്റെപ്പ് കയറി പോകുന്ന രീതിയിൽ. അതപ്പോൾ അത്യാവശ്യം നമുക്ക് സ്ഥലവും ലാഭിക്കാം. ഇത് ഞാൻ എപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല രസം. പിന്നെ കിച്ചണൊക്കെ നല്ല കിച്ചണൊക്കെ ഉണ്ട്, ഫുൾ ടൈലൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ, ഒരു വെറൈറ്റി ഉണ്ട്. ഫുള്ള് വൈറ്റ് കളർ. ഇപ്പോൾ ഇതാണ് ചിന്നു ചേച്ചിയാണ് കേട്ടോ. ചിന്നു ചേച്ചി തിരിഞ്ഞിരിക്കുന്നേ വീഡിയോയ്ക്ക് വരാൻ പോസ്റ്റ് ചെയ്തൊന്നുമില്ല. ഞാനിത് വീഡിയോ എടുത്തപ്പോൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര വോയിസ് ആണ്, അവൻ കേൾക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഭയങ്കര ബാക്ക്ഗ്രൗണ്ട് വോയിസ്. അതാണ് ഞാൻ എല്ലാം എടുത്തിട്ട് മേളിലാണ് കേട്ടോ. മേളിൽ കേട്ടോ ഈ ഒരു സെറ്റപ്പൊക്കെ ആയിട്ടുണ്ട്. നല്ല രസമുണ്ട്, ഒരു വെറൈറ്റി ഉണ്ട് നമ്മുടെ. അപ്പോൾ ഇതൊരു ഹോം തിയേറ്ററൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ആണെന്ന് തോന്നുന്നു. മേളിൽ 2 റൂമുണ്ട്. എല്ലാം ഫുള്ള് വൈറ്റ് കളറാണ്. ഫുള്ള് ടൈലായാലും പെയിൻ്റ് ആയാലും എല്ലാം ഒരു അതുകൊണ്ട് നല്ല വെട്ടവും. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഓണത്തിൻ്റെ ഇടയിൽ പുട്ട് കച്ചവടം എന്ന് പറയുന്ന കാര്യത്തിൽ കൂടെ അവർ ഹെയർ സ്റ്റൈൽ ശരിയായിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇത് മേളിൽ തന്നെയാണ് കേട്ടോ. സ്റ്റെയർ കയറി വന്നിട്ട് ചെറിയൊരു വരാന്ത പോലെ ഇങ്ങനെ വന്നിട്ട് ഇവിടുന്ന് താഴോട്ട് നോക്കുമ്പോൾ ഹാളിൽ കാണാം. എല്ലാമൊക്കെ നല്ലൊരു എന്താ പറയുക, ഒരു വെറൈറ്റി വീട് തന്നെയാണ്. അപ്പോൾ അവിടെ മേളിൽ ചെന്നപ്പോൾ ഒരു സിറ്റ് ഔട്ട് ഉണ്ട്. അവിടെയൊക്കെ ഫുൾ വെള്ള ടൈലാണിത്. വേറെ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് വൃത്തിയാക്കുന്ന കേസ് ആലോചിക്കുമ്പോൾ എനിക്ക് ടെൻഷൻ കേട്ടോ. അപ്പോൾ പിന്നെ ചേച്ചി സംബന്ധിച്ച് കുഴപ്പമില്ല, ചേച്ചി ഇവിടെ എല്ലാം പുറത്താണ്, ഇവരെല്ലാവരും തിരിച്ച് പോവും. ഇവിടെ അടച്ചിടാനേ പറ്റുള്ളൂ വീട്. അപ്പോൾ സ്റ്റെയർ ഇറങ്ങി വരുമ്പോൾ ഇങ്ങനെ ഒരു ഹാളാണ്. ജസ്റ്റ് വലിയൊരു സിറ്റ് ഔട്ട് ഹാള് അങ്ങനെ. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടാണ് പോയത്. എന്നാലും ലൈറ്റായിട്ട് അവിടെ നിന്നുകൊണ്ട് കഴിച്ചു കേട്ടോ. ബിരിയാണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ ബിരിയാണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നോക്കുമ്പോൾ കൊള്ളാം കേട്ടോ, സെറ്റപ്പ് ആയിട്ടുണ്ട്. നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്ന് വേറൊരു ഫ്രണ്ട് വരുമെന്ന് വെച്ചാൽ അങ്ങനെ ഇരുന്ന്. ഇവർ നിഷാന്റെ കൂടെ പഠിച്ച ചേച്ചിയാണ്. പഠിച്ചതല്ല, ഇവർ ട്രെയിനിൽ കണ്ടുള്ള പരിചയം. പിന്നെ നല്ല കമ്പനിയാണ് ഇവർ. ഒരു സഹോദരങ്ങൾ കണ്ടില്ലേ. അപ്പോൾ വേറൊരു സഹോദരി വരും എന്ന് പറഞ്ഞാൽ വെയിറ്റ് ചെയ്യുന്നത്. സഹോദരി വന്നിട്ട് നമ്മളെ പറ്റിച്ച്. പിന്നെ നമ്മൾ കുറച്ച് നേരം എഴുതിട്ട് വെയിറ്റ് ചെയ്ത് നമ്മൾ
വെയിറ്റ് ചെയ്യാൻ നൽകാൻ 6:30 മണിക്ക് ജോലി തുടങ്ങുമല്ലോ. അപ്പോൾ അതിന് മുന്നേ പോയിട്ട് തിരിച്ചു വരണം. അപ്പം ഞാൻ അവിടെ ഇരുന്ന് എടുക്കുമ്പോഴത്തേക്കും ഞാൻ വീഡിയോ എടുത്തപ്പോൾ ഞാനും അറിഞ്ഞു. അഹങ്കാരം കേസ്, എനിക്ക് അഹങ്കാരം. ഞാൻ വല്ല ആവശ്യമുണ്ടോ ലീവ് കൊടുത്തു പോയി. 3 മണിയായപ്പോൾ നേരത്തെ ഇറങ്ങിയായിരുന്നു. അവരടച്ചിട്ട് പോയി വീട്ടിൽ അവർ 4 മണിയായപ്പോൾ അടച്ചിട്ട് പോയി കേസ്. ഞാൻ 3 മണിയായാലും ആകുമ്പോൾ ഇറങ്ങിയാൽ മതിയായിരുന്നു, ലീവ് പോകില്ലായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ള വിശേഷം. ചാനൽ ഇഷ്ടപ്പെടുത്തി സബ്സ്ക്രൈബ് ചെയ്യുക.